അപ്പോൾ ഇങ്ങനെയാണ് സ്പ്രെഡ്സ് വന്നിരിക്കുന്നത്. ഐസ് ഓഫ് സോർട്സ് ആണ് തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്നത്. അറിയാലോ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് അല്ല, പാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ ഇതിൽ കാണുന്ന മിക്ക ആൾക്കാരും വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ആൾക്കാരായിരിക്കും. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം അവർ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നോ അങ്ങനെയുള്ള, അതായത് പ്രശ്നങ്ങൾ, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം എന്ന് തുടങ്ങി ഇപ്പോൾ കുറച്ചും കൂടെ അതൊരു ഹൈ ലെവലിലേക്ക് എത്തി. ചിലപ്പോൾ ആ ഒരു വാക്കിൻ്റെ യുദ്ധം എന്തായിട്ടുണ്ടാവും, വലിയ ബ്ലാസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന, അതായത് ദേഹോപദ്രവം ചെയ്യുന്നതിനേക്കാളും ഇരട്ടി പ്രഹരമായിരിക്കും നമ്മൾ വാക്കുകൾ കൊണ്ട് കൊടുക്കുന്ന മുറിവുകൾ. അപ്പോൾ രണ്ട് പക്ഷത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട്. അത് പറയാതെ വയ്യ. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചിലപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കോർട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ചില ആളുകളുടെയെങ്കിലും കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ടാവും, അതായത് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാരായിരിക്കാം മിക്കവാറും ഇതിൽ കാണുന്ന ഭൂരിപക്ഷം ആളുകൾ. അതിൻ്റെ ഇടയിൽ തന്നെ നെക്സ്റ്റ് 7 ഓഫ് സോർട്സ് ആണ്. അതും ചീറ്റിംഗ് കാർഡ് എന്നാണ് നമ്മളിതിനെ പറയുക, 7 ഓഫ് സോർട്സിനെ. അതായത് നിങ്ങളെ ചീറ്റ് ചെയ്യപ്പെട്ടു, നല്ല രീതിയിൽ ചീറ്റ്. വിശ്വാസവഞ്ചന എന്നുള്ളതിനേക്കാളും വേറൊരു വലിയ മാനസികാഘാതം നമുക്ക് കിട്ടാനില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നായിരിക്കും ആ ഒരു വിശ്വാസവഞ്ചനയെങ്കിൽ നമ്മൾ പകുതി മരിച്ചു പോകും. അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് കൃത്യമായി പറയാനായിട്ട് സാധിക്കും. നമ്മളെ കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് വേറൊന്നും നമുക്ക് എതിരായിട്ട് അവർക്ക് ചെയ്യാനില്ല. അത്രയ്ക്കും പണി ആയിട്ടുണ്ടാവും നിങ്ങൾക്ക്. മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും നിങ്ങൾ തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും കുറച്ചെങ്കിലും ആളുകൾ. ഇതിലൂടെ കുറച്ച് ആളുകൾക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. ചില ആളുകൾക്ക് ചിലപ്പോൾ തുടക്കം മാത്രം, പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ വാവിട്ട് കരയാണ്, അതായത് അവർ പറ്റിച്ചിട്ട് പോയിട്ട് നിങ്ങൾ നിലവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് പറയുകയാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ പറ്റിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പറ്റിപ്പാണ് നടന്നു പോയിരിക്കുന്നത്. പകൽ വെളിച്ചം പറഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങളെ പൊട്ടനാക്കി അല്ലെങ്കിൽ മണ്ടനാക്കി എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ അതിൻ്റെ ഫീമെയിൽ വേർഷൻ. അങ്ങനെയാണ് എനിക്കിവിടെ തോന്നുന്നത്. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ. ആ ഒരു പ്രശ്നം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, വാട്ടവർ. അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഹൈ പ്രിസ്റ്റസ് ദേവിയുടെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എന്തായാലും വരുന്നുണ്ട്. ആലോചിക്കുക, ഈ ബന്ധത്തിനെ പറ്റി നന്നായി സ്റ്റഡി ചെയ്യുക. അത് സ്റ്റഡി ചെയ്യാതെ വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം അവർ പറഞ്ഞത് മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വെള്ളം തൊടാതെ വിഴുങ്ങുക പറയില്ലേ, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ദേവിയെ ഉപാസിക്കുക എന്നുള്ള വേർഡ് ഞാൻ പറയുന്നില്ല. അവിടെ സറണ്ടർ ചെയ്യുക, ദേവിനെ സമർപ്പിക്കുക. ഇതിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഓക്കെ ആക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണം എന്ന് ദേവിയോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. കാളി, ഭദ്രകാളി, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ട് വരുന്ന ദേവിയുടെ പല പല രൂപങ്ങളുണ്ട്. ത്രിപുര സുന്ദരി, ലോകപരമേശ്വരി, അങ്ങനെ ഓരോ പല എത്ര രൂപങ്ങളുണ്ടെന്ന് എണ്ണിയാൽ തീരില്ല. ലളിത സഹസ്രനാമം എന്ന് തന്നെ സഹസ്രനാമമാണ് ദേവിയുടെ. അപ്പം അത്രയും എനർജി ഉണ്ട്. ഒരു ദേവി തന്നെയാണ് എല്ലാം എന്നും വിശ്വസിക്കാം. പക്ഷെ പല പല എനർജി ആയിരിക്കും അവർക്ക്. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുന്ന ഭഗവതിയുടെ ഒരു ഇതെടുത്തിട്ട്, ഒരു രൂപം എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്രാർത്ഥിക്കാം. കാരണം അവരുടെ ബ്ലെസ്സിങ് ഇല്ലാതെ നമുക്ക് വെറുതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചില ആളുകൾക്കെങ്കിലും കുടുംബക്ഷേത്രം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുടുംബക്ഷേത്രം, ഗ്രാമദേവത, ഇവരെ
അറിയാതെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വരുന്ന ദോഷങ്ങൾ പകുതിയിലധികവും ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലോചിച്ച് കണ്ടെത്തി കുടുംബദേവതയൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ടത് കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇനി വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. ദേവീൻ്റെ മന്ത്രം നന്നായിട്ട് നിങ്ങൾ ഉപാസിക്കുക, പ്രാർത്ഥിക്കുക. ഉപാസന എന്നൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല, പക്ഷെ ജപിക്കാം. സഹസ്രനാമമാണെങ്കിലും അമ്മേ നാരായണ, നിങ്ങൾക്ക് ഒന്നും വേണമെന്നില്ല, അമ്മേ നാരായണ എന്നെ ജപിച്ചാലും മതി. അല്ലെങ്കിൽ വേറൊരു ദുർഗാമന്ത്രമുണ്ട്, അത് ദുർഗാം ദേവി ശരണമഹം പ്രപത്തി എന്നുള്ളതാണ്. ദുർഗാം ദേവി ശരണമഹം പ്രപത്തി എന്നുള്ളതാണ് ഒരു മന്ത്രം. അത് ദ്വാദശാക്ഷരി മന്ത്രം എന്നുള്ളതിലാണ് അറിയപ്പെടുന്നത്. ഇതിന് വല്ലാത്ത പവറാണ്. മൂകാംബികയിലൊക്കെ പോയി ജപിച്ച് കഴിഞ്ഞാൽ ആ എനർജി നന്നായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇന്നലെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഭഗവതി അമ്മ, ഇടത്തരികത്ത ഭഗവതി അമ്മ, അവരുടെ കോമരം എനിക്ക് ഇന്നലെ രാത്രി എന്താ പറയുക, ഞാനവിടെ നിൽക്കുന്ന സമയം, അവിടെ ചുറ്റുവിളക്കായിരുന്നു ഇന്നലെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ജസ്റ്റ് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ അവിടെ ഇങ്ങനെ കണ്ണടച്ച് നിന്ന സമയത്ത് നെല്ല് ഇങ്ങനെ ഇട്ട് എന്നെ തലയിട്ട് ബ്ലെസ് ചെയ്തു. ഇത് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ കാലിൻ്റെ ഉള്ളിൽ നിന്നൊരു വൈബ്രേഷൻ ഉണ്ട്, നെറുകന്തല വരെ ഇങ്ങനെ കയറും. അത്രയ്ക്കും കണ്ണിൽ നിന്ന് അങ്ങനെ വെള്ളം വരും. അത് വല്ലാത്ത സന്തോഷം, സങ്കടം എന്നുള്ള ഇതിലല്ല, നമ്മുടെ ആത്മാവ് കരയാന്ന് പറയില്ല, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ വലം വയ്ക്കാൻ പോകുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലമ്പും വാളും ഉടയടെ അയച്ച് അദ്ദേഹത്തിൻ്റെ ഓൺ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവർക്ക് ആ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു, എനർജി, ദേവിയുടെ എനർജി അവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നമസ്കരിച്ചപ്പോൾ തലയിൽ നെറുകയുടെ അവർ കൈ ഇങ്ങനെ തൊട്ട് നമസ്കരിച്ച് സിന്ദൂരം ഇങ്ങനെ നെറ്റിയിലിങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് വല്ലാത്തൊരു എന്താ പറയാതെ ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ നമുക്ക് വാക്കില്ല. അത് അനുഭവിച്ച ആൾക്കാർക്കേ അറിയുള്ളൂ. അപ്പോൾ അത് ദേവി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവറാണ്. ഞാൻ അറിഞ്ഞ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ ആത്മീയ ഗുരു, അദ്ദേഹം പറയുന്ന ഒരു വേർഡുണ്ട്, ശ്രീചക്ര പീഠത്തിൽ വിഷ്ണുവിൻ്റെ ആത്മാവിൽ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ശിവൻ്റെ ആത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയാറുണ്ട്. അതായത് ദേവിയുടെ ശ്രീപീഠത്തിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശരീരത്തിലെ ശിവൻ്റെ ആത്മാവാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പ ഭക്തർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദേവിയും ഗുരുവായൂരപ്പനും മഹാദേവനും വേറെയല്ല, എല്ലാം ഒന്നാണ് എന്നാണ് പറയുന്നത്. കണ്ണൻ തന്നെയാണ് കാളി എന്നെ ഗുരുനാഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കഥയും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാനായിട്ട് സാധിക്കും. കാളി എങ്ങനെയാണ് കണ്ണനായി മാറിയത് എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിലേക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് കടക്കാം. പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ഇതായിപ്പോയി അല്ലേ? ഓക്കെ, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെന്ന് വിചാരിക്കണം. അല്ലാത്ത ആൾക്കാരും എൻ്റെ വീഡിയോ ഒത്തിരുന്ന് കാണാനായിട്ട് ശ്രമിക്കില്ല. ഇനിയും ഇതേപോലുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ്, ഇത് ഭഗവതി അമ്മയെ തൊഴുത് കഴിയുമ്പോൾ 9 of Cups വരുന്നുണ്ട്. നിങ്ങൾക്ക് ആഹ്ലാദം, സന്തോഷം, നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണോ ഈ പ്രണയത്തിൽ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ നേരെ ടോട്ടലി ചേഞ്ചായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. പിന്നെ എനിക്കൊരുവിടെ തോന്നുന്നത്, ഒരു മണിപൂരക ചക്രം എന്ന് പറയുന്ന ചക്രം ഉണ്ടല്ലോ, നമ്മുടെ 7 ചക്രയിലെ മണിപൂരക ചക്രം, അതൊന്ന് ഹീൽ ചെയ്യണം. കുറേ പേരെങ്കിലും അവിടെ ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളവിടെ ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന റേക്കിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാം. അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മണിപൂരക ചക്രയിലേക്ക് കുറേ കൂടുതൽ എനർജി സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം അവിടെ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കുറവുണ്ട്. അപ്പോൾ ആ ഒരു ഹീലിംഗ് ഓക്കെ ആകുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു മാനസിക വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് പൈസ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം ഈ ഒരു നിമിഷവും കടന്നു പോകും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിന്ന് സമ്പാദിച്ചെങ്കിൽ മാത്രമേ, അതായത് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറയും, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വിഷമിച്ചിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഏൺ ചെയ്യാൻ സാധിക്കില്ല. പ്രശ്നം വരും, പോവും. പക്ഷെ പൈസ ഉണ്ടാക്കേണ്ട സമയത്ത് നിങ്ങൾ കൃത്യമായി പൈസ ഉണ്ടാക്കണം.
അതാണ് എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ തോന്നുന്നത്. കാരണം ഈ ഒരു വിഷമത്തിൻ്റെ പേരിൽ നിങ്ങൾ ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ്റെയൊക്കെ ശ്രദ്ധിക്കുക. കാർഡാണ് വന്നിരിക്കുന്നത്. കാരണം ജോലി അതിലൊരു വിട്ടുവീഴ്ചയും കാണാതെ നിങ്ങളുടെ തൊഴിലിനെ ശ്രദ്ധിക്കുക. ഞാൻ പറയാറുണ്ട്, എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്നും കണ്ടതൊക്കെ അറിയും, ഇല്ലാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ അന്നമാണ് അല്ലേ? അപ്പോൾ അതിനെ മറന്നുകൊണ്ട് ഒരാളും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധവും അതിലേക്കൊന്നും എത്തരുത്. കാരണം മഹാലക്ഷ്മിയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത്, വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എൻഡായിട്ട് പുതിയൊരു റീബർത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ ഒരു റീബർത്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതിൽ ക്ലിങ് ചെയ്തിട്ട് പഴയ കാര്യങ്ങൾ ക്ലിങ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ മൂവ് ഓൺ ചെയ്യാതെ എനർജി എങ്കിലും മൂവ് ഓൺ ചെയ്യാതെ ഇരിക്കുക. അല്ലാതെ ആ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഈ ദുഃഖപുത്രി അല്ലെങ്കിൽ ദുഃഖപുത്ര എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാതിരുന്ന ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ വേണ്ടി കഴിയുമ്പോൾ പറയാനായിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഇതിലുള്ള ദ്വാദശാക്ഷരി മന്ത്രം ഇത് കാണുന്നവരെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാവരും ഒന്നും പറഞ്ഞു തരണം എന്നില്ല. കാരണം മന്ത്രദീക്ഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എത്രയെന്നില്ല, എണ്ണമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും നിങ്ങളുടെ മനസ്സിൽ ലൈറ്റ് ആവുന്നവരെയും ഈ ഒരു മന്ത്രം ജപിക്കുക. റിസൾട്ട് കിട്ടുന്നവർ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. ഇതിൽ പറഞ്ഞ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് വരാനായിട്ട് ഇവിടെ ക്ലെയിം ചെയ്ത് മെസ്സേജ് ഇടുക. കാരണം ഇത് കാണുന്ന ഒരുപാട് പേർക്കെങ്കിൽ അത് ഇൻസ്പിറേഷൻ ആവുമെന്ന് മാത്രമല്ല, ഇത് ഒരുപാട് പേര് വായിക്കുമ്പോൾ അവരുടെ മൈൻഡിലൊക്കെ എന്ത് വരും, ഇത് കയറുമ്പോൾ ഓട്ടോ സജഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. എല്ലാവരും ഒരേ സമയം ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ കമൻ്റ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഓരോരുത്തർ ഈ കമൻറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കമൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക, ഓരോരുത്തർ ഇത് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഗോൾ സക്സസ് ആകും. അത് വളരെ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് പ്രെയറൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും, അറിയില്ലേ? അതേപോലെയാണ് ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിങ്ങോ അല്ല ഹീലിങ്ങോ ചക്ര ഹീലിങ്ങൊക്കെ ഞാൻ മുമ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴും ചക്ര ഹീലിങ്ങോ എന്താണോ നിങ്ങൾക്ക് താല്പര്യം, കൗൺസിലിംഗ് ആണെങ്കിൽ അത് വേറെ പഠിക്കാനും താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. അടുത്ത ബാച്ചിലേക്ക് ചേർത്താം നിങ്ങളെ. വളരെ നന്നായിട്ട് നല്ലൊരു ദിവസത്തിലേക്ക് സമാധാനത്തിലേക്ക് നിങ്ങൾ എപ്പോഴാണോ കാണുക ആ സമയം മുതൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ലഭിക്കാനായിട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം.